ഫ്രണ്ട്സ്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, ഞാൻ ഡോക്ടർ ആരതി. ശക്തമായ തലവേദന, പ്രത്യേകിച്ച് തലയുടെ പിൻവശത്തായിട്ട് ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തലവേദന കൂടുതലായി അനുഭവപ്പെടുക, ഛർദി, മനോവിഭ്രമം, തലചുറ്റൽ, ഹൃദയഭാഗത്ത് അസ്വസ്ഥത, കിതപ്പ്, എളുപ്പം ക്ഷീണിക്കുക തുടങ്ങിയവ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണം. തുടക്കത്തിൽ തന്നെ രക്താതിമർദ്ദത്തിന് ചികിത്സ അനിവാര്യമാണ്. കാരണം രക്താതിമർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഗൗരവമേറിയതാണ്. പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് ഫെയിലിയർ, കണ്ണുകളിൽ ഗ്ലോക്കോമ, കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, മറ്റ് ഓർഗൻസിൻ്റെ ഫങ്ഷൻസിലുണ്ടാകുന്ന തകരാറ്, രക്തക്കുഴലുകൾ വീക്കാവുകയും വീക്കായ ഭാഗം ബൾജ് ചെയ്ത് അനൂറിസം രൂപപ്പെടുകയും അനൂറിസം റപ്ചർ ആവുകയാണെങ്കിൽ എന്നിട്ട് കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ വന്ന ഒരു പക്ഷേ മരണം വരെ സംഭവിക്കാം. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല കേട്ടോ, കരുതിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. സങ്കീർണതകൾ ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ പിന്നെ തുടക്കത്തിലെ ആലോചിക്കാമായിരുന്നു അല്ലെങ്കിൽ കൺട്രോളിൽ വരുത്താമായിരുന്നു എന്ന് ആലോചിക്കുന്നതിൽ അർത്ഥമില്ല. അതിലേക്ക് കടക്കാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ 120/80 mmHg ആണ്. ഇതിൽ നിന്നും സിസ്റ്റോളിക് പ്രഷർ 140 mmHgക്ക് മുകളിലും ഡയസ്റ്റോളിക് പ്രഷർ 90 mmHgക്ക് മുകളിലും ഉയരുന്നതിനെ അതിമർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നു. പാരമ്പര്യം, അമിതവണ്ണം, ഉറക്കമില്ലായ്മ, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പുകവലി, അമിത മദ്യപാനം, മാനസിക പിരിമുറുക്കം, ഗർഭാവസ്ഥ, ഗർഭനിരോധന ഗുളികകളുടെ അമിത ഉപയോഗം, സ്റ്റീറോയിഡ് പോലുള്ള ഹോർമോൺസിൻ്റെ അമിത ഉപയോഗം, വൃക്കകളുടെ തകരാറ്, നാഡീസംബന്ധമായ തകരാറുകൾ ഇവയെല്ലാം തന്നെ ഹൈപ്പർ ടെൻഷന് കാരണമാകുന്നു. രക്തത്തിലെ കൊഴുപ്പ് വർദ്ധിക്കാത്തതും ധാരാളം യൂറിൻ ഒഴിഞ്ഞു പോകാൻ സഹായിക്കുന്നതുമായ വാതപിത്ത ശമനമായിട്ടുള്ളതും ലഘുവും സൗമ്യവുമായിട്ടുള്ള ആഹാരങ്ങളാണ് രക്തമർദ്ദത്തിൽ കഴിക്കേണ്ടത്. അതായത് ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും പിന്നെ ധാന്യങ്ങളും കഴിക്കണം. പൊട്ടാഷ്യം അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കണം. ഉദാഹരണം പറഞ്ഞ ഏത്തപ്പഴം, ഓറഞ്ച്, ഡ്രൈ ഫ്രൂട്ട്സ്, മുന്തിരി, ഉണക്കമുന്തിരി, ഈന്തപ്പഴം തുടങ്ങിയവയിലൂടെ ധാരാളം പൊട്ടാഷ്യം നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നു. പൊട്ടാഷ്യം നല്ലതുപോലെ ശരീരത്തിന് കിട്ടുമ്പോൾ അതിനനുസരിച്ച് സോഡിയം മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നു. അങ്ങനെയും ഹൈ BP കുറയുന്നു. ഇതുകൂടാതെ രക്തക്കുഴലിന് ടെൻഷൻ കുറയുന്നു. അങ്ങനെ ആ വഴിയിലൂടെയും BP നോർമലാകുന്നു. ദിവസവും മിതമായ രീതിയിലുള്ള വ്യായാമം രക്താതിമർദ്ദം ഉള്ളവരിൽ ആവശ്യമാണ്. ദിവസവും രാവിലെ അരമണിക്കൂർ നടക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഉണർവ് നൽകുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പ്രമേഹത്തിനുള്ളതുപോലെ തന്നെ ഒരു ജീവിതശൈലി ക്രമീകരണം ആവശ്യമാണ് രക്താതിമർദ്ദത്തിന്. അതുപോലെ നിത്യം തഴുതാമയും ഞെരിഞ്ഞിലും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക. ഇത് ഹൈ BP കുറയ്ക്കുവാൻ സഹായിക്കുന്നു. ആഹാരത്തിൽ ഉള്ളിയും വെളുത്തുള്ളിയും കൂടുതലായി ഉൾപ്പെടുത്തുക. വെളുത്തുള്ളി പാൽ കഷായമാക്കി ദിവസേന കഴിച്ചാൽ രക്താതിമർദ്ദം കുറയുന്നു. ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ ഒഴിവാക്കേണ്ടതായ കാര്യങ്ങൾ പറയാം. ഉപ്പിൻ്റെ അമിത ഉപയോഗം, പ്രോസസ്ഡ് മീറ്റ്, അച്ചാറുകൾ, ബോട്ടിൽഡ് ടൊമാറ്റോ സോസ്, റിഫൈൻഡ് ഷുഗർ, ചിക്കൻ സ്കിൻ, റെഡ് മീറ്റ്, ബട്ടർ, പുകവലി, അമിത മദ്യപാനം, സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. കൃത്യവും ചിട്ടയുമായ വ്യായാമവും പരമാവധി സമ്മർദ്ദം ഒഴിവാക്കിയുള്ള ജീവിത രീതിയും ആവശ്യത്തിന് ഉറക്കവും സോഡിയത്തിൻ്റെ അളവ് അധികമുള്ള ഭക്ഷണങ്ങളുടെ നിയന്ത്രണവും അത്യാവശ്യമാണ്. ഏത് പ്രായക്കാർക്കും വരാവുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ ടെൻഷൻ. പാരമ്പര്യം, ജീവിതശൈലിയിലെ ക്രമക്കേട് ഒക്കെയുള്ളവർ നിശ്ചിത കാലയളവിൽ, അതായത് 3 ദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ 1 പ്രാവശ്യമോ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തിരിക്കണം. Thanks for watching. Please don't forget to subscribe our channel. Follow us on Facebook, Instagram, YouTube, Spotify and Anchor.